പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എന്നെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയ അഭ്യുദയകാംക്ഷികളെ, മാതാപിതാക്കളെ, സുഹൃത്തുക്കളെ, കുടുംബ ജീവിതത്തെക്കുറിച്ചുള്ള 6ാമത്തെ സന്ദേശമാണിത്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 51-52 വാക്യങ്ങൾ ഉണ്ണീശോയെക്കുറിച്ചാണ്. പിന്നെ അവൻ അവരോടൊപ്പം നസ്രത്തിൽ ചെന്ന് അവർക്ക് വിധേയനായി ജീവിച്ചു. യേശു ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ വളർന്നു വന്നു. കുടുംബത്തിലെ മാതാപിതാക്കൾ കഴിഞ്ഞാൽ അടുത്ത ഘടകമാണ് മക്കൾ. തിരുക്കുടുംബത്തിൽ യേശു 3ാമത്തെ ആളാണെങ്കിലും വിശുദ്ധ ഔസേപ്പിതാവും പരിശുദ്ധ അമ്മയും കഴിഞ്ഞു വരുന്ന 3ാമത്തെ ആളാണെങ്കിലും യേശു കുടുംബത്തിൻ്റെ കേന്ദ്രബിന്ദുവാണ്. അതുപോലെ തന്നെയാണ് ഓരോ കുടുംബത്തിലും മക്കൾ കുടുംബത്തിൻ്റെ കേന്ദ്രബിന്ദു തന്നെയാണ്. അതുകൊണ്ടാണ് യേശു വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായം 14-ാം വാക്യത്തിലും വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 14-ാം വാക്യത്തിലും വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 18-ാം അധ്യായം 16-ാം വാക്യത്തിലും ഇപ്രകാരം അരുളി ചെയ്തത്: കുട്ടികൾ എൻ്റെ അടുക്കൽ വരട്ടെ, അവരെ പോലെ ഉള്ളവരുടേതാണ് ദൈവരാജ്യം. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ എഫേസൂസുകാർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ: കുട്ടികളെ, കർത്താവിൽ നിങ്ങൾ മാതാപിതാക്കളെ അനുസരിക്കണം, അത് ന്യായവും യുക്തവുമാണ്. നിങ്ങൾക്ക് നന്മ വരുന്നതിനും ഭൂമിയിൽ നിങ്ങൾ ദീർഘകാലം ജീവിക്കുന്നതിനും വേണ്ടി മാതാവിനെയും പിതാവിനെയും ബഹുമാനിക്കുക. വാഗ്ദാനങ്ങളോടുകൂടിയുള്ള ഒരു കൽപ്പനയാണിത്. സൈക്കോളജിയിലെ മനസ്സിനെ വിഭജിച്ച് പഠിക്കുന്ന സിഗ്മണ്ട് ഫ്രോയിഡും തുടർന്ന് വന്ന കാൾ യൂങ്ങും തുടർന്ന് വന്ന എറിക് എഡിസനുമെല്ലാം ഇതിനെക്കുറിച്ച് വിശദമായിട്ട് പറയുന്നുണ്ട്. കുട്ടികൾ ശൈശവം, ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം, ഒരു മനുഷ്യന്റെ കാലഘട്ടങ്ങളാണിത്. ഇതിൽ ഏറ്റവും പ്രയാസപ്പെട്ട ഒരു കാലഘട്ടമാണ് കൗമാരം. കൗമാരത്തിന് 2 ഭാഗങ്ങളുണ്ട്: 14 മുതൽ 17 വരെയും 17 മുതൽ 19 വരെയും. 14 മുതൽ 17 വരെയുള്ള കാലഘട്ടങ്ങളാണ് ദുർഘടം പിടിച്ച കാലഘട്ടം. ഈ കാലഘട്ടങ്ങളിൽ കുട്ടികൾ പൊതുവെ സുഹൃത്തുക്കളായിരിക്കും അവരുടെ എല്ലാം. മാതാപിതാക്കൾ അതീവ ശ്രദ്ധ കൊടുക്കേണ്ട ഒരു കാലഘട്ടമാണിത്. പ്രഭാഷകന്റെ പുസ്തകം 22-ാം അധ്യായം 6-ാം വാക്യത്തിൽ പറയുന്നു: ശൈശവത്തിലെ നടക്കേണ്ട വഴികൾ പരിശീലിപ്പിക്കുക, വാർദ്ധക്യത്തിലും അവരത് മറക്കുകയില്ല. മാതാപിതാക്കൾ എപ്പോഴും കുട്ടികളോട് കൂടി ആയിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാലഘട്ടമാണ് കൗമാരം എന്ന് പറയുന്നത്. കൗമാര കാലഘട്ടത്തെ എപ്പോഴും വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ എഫേസൂസുകാർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 6-ാം അധ്യായം, ഈ 2 അധ്യായങ്ങളിൽ മാതാപിതാക്കളെയും മക്കളെയും കുറിച്ച് പറയുമ്പോൾ 6-ാം അധ്യായം 4-ാം വാക്യത്തിൽ പറയുന്ന പ്രകാരമാണ്: മാതാപിതാക്കളെ, കുട്ടികളെ നിങ്ങൾ കോപിപ്പിക്കരുത്, കർത്താവിൻ്റെ ശിക്ഷണത്തിലും ഉപദേശത്തിലും അവരെ വളർത്തുക. എപ്പോഴും നല്ല സ്നേഹമുള്ളൊരു അന്തരീക്ഷം കുടുംബത്തിൽ ഉണ്ടാകേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ്. സ്നേഹമുള്ളൊരു അന്തരീക്ഷം കുടുംബത്തിലുണ്ടെങ്കിൽ മക്കള് വഴിതെറ്റിപ്പോകാനുള്ള സാധ്യത കുറവായിരിക്കും. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 13-ാം അധ്യായം 35-ാം വാക്യം: നിങ്ങൾക്ക് പരസ്പര സ്നേഹമുണ്ടെങ്കിൽ അതുമൂലം നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാണെന്ന് എല്ലാവരും അറിയും. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.